നമസ്തേ. ഒരുപാട് കോടിക്കണക്കിന് രൂപ അവകാശികളില്ലാതെ RBIയിൽ കെട്ടിക്കിടക്കുന്നു. ബാങ്കുകളിൽ 10 വർഷത്തിലേറെ അവകാശികളില്ലാത്ത, നോമിനേഷൻ ഫില്ല് ചെയ്യാത്ത അത്തരം ഫണ്ടുകളാണ് RBIയിലേക്ക് ചെന്ന് ചേരുന്നത്. അതിലൊരു പക്ഷേ നിങ്ങൾക്ക് അവകാശപ്പെട്ട വലിയ ഭീമമായിട്ടുള്ളൊരു സംഖ്യ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ടാകാം. അതായത് നമ്മുടെ കാർന്നന്മാർ, നമ്മുടെ മുത്തച്ഛൻ, മുത്തശ്ശി അല്ലെങ്കിൽ അച്ഛൻ, അമ്മയൊക്കെ നമ്മളോട് പറയാണ്ട് നമ്മുടെ ചെറിയ വയസ്സിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവർക്കത് പറയാൻ വിട്ടുപോയി അവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലൊക്കെ ആ പണമൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കാമെന്ന്. അപ്പോൾ അതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ RBI ഒരു അവസരം തന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അവകാശം സ്ഥാപിച്ചിട്ട് അതൊക്കെ തിരിച്ചെടുക്കാനുള്ള ഒരു സൗകര്യം ഇപ്പോൾ RBI തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 10 വർഷത്തിലെ കൂടുതൽ അവകാശികളില്ലാതെ കിടക്കുന്ന ഈ പണം RBIയുടെ ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട്, ആ ഫണ്ടിലേക്ക് മാറ്റുകയാണ് സാധാരണ പതിവ്. അതായത് SB അക്കൗണ്ടുകളിൽ നമ്മൾ കാലങ്ങളായിട്ട് 10 വർഷത്തിലേറെ അത് പ്രവർത്തനരഹിതമായിട്ട് കിടക്കുന്ന SB അക്കൗണ്ടുകളിലത്തെ പണം, അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതായത് സ്ഥിര നിക്ഷേപങ്ങളിലെ പണം കാലാവധി കഴിഞ്ഞിട്ട് ചോദിക്കാൻ ചെല്ലാൻ ആളില്ല, ചോദിക്കാത്തത്, അത്തരം പണങ്ങൾ, ഇതൊക്കെയാണ് ഈ ഫണ്ടിലേക്ക് ചെന്ന് ചേരുന്നത്. അപ്പോൾ ഇത് കോവിഡിന് ശേഷം ഇത്തരം ഫണ്ടുകളുടെ ഫണ്ടിൻ്റെ വ്യാപ്തി കൂടിയിട്ടുണ്ട്. RBIയുടെ ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ടിലേക്ക് ചെല്ലുന്ന പണത്തിൻ്റെ എമൗണ്ട് കൂടി ഈ കോവിഡ് കാലത്തിന് ശേഷം. അതായത് കോവിഡ് കാലത്ത് മരണപ്പെട്ടിട്ടുള്ള ആളുകൾ, നോമിനേഷൻ കൊടുക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ അവകാശികളോട് ഇത്തരം സംഭവങ്ങൾ വിവരിക്കാത്ത ആളുകൾ, അത്തരം ഫണ്ടുകളൊക്കെ 10 വർഷത്തിന് ശേഷമൊക്കെ RBIയുടെ അക്കൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ RBI അത് പൊതുജനങ്ങൾക്ക് അവകാശപ്പെട്ട പണം യഥാർത്ഥ അവകാശിക്ക് കിട്ടാനുള്ള ഒരു അവസരം RBI നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് അതെങ്ങനെയാണ് മേടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ ക്ലെയിം ചെയ്യാനായിട്ട് ഇപ്പം ഒരാളുടെ പണം എൻ്റേതാണ്, ഞാനാണ് എൻ്റെ അവകാശി എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലണമെങ്കിൽ അതിൻ്റെ രേഖകൾ കൊടുക്കണം. ആ രേഖകൾ ആ ഡെപ്പോസിറ്ററായിട്ടുള്ള ബന്ധം കാണിക്കണം, അവകാശിയാണെന്നുള്ളത് തെളിയിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ, ഈ ആൾ നമുക്ക് എന്തെങ്കിലും ഇട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അറിയണമെങ്കിൽ അതിനുള്ളൊരു അവസരം നമുക്കുണ്ട്, നമുക്കത് കണ്ടുപിടിക്കാം എന്നാണ് RBI പറയണത്. അതായത് ജീവിത ഭദ്രത ആഗ്രഹിച്ച കുറേ ആളുകൾ പണം ഇങ്ങനെ കൊണ്ട് നിക്ഷേപിച്ച് അതവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ കാലത്തിലൊക്കെ മരണപ്പെട്ടിട്ടുള്ള ആളുകളുടെ പണമാണ് ഇപ്പോൾ അതിൽ കോടിക്കണക്കിന് കിടക്കുന്നത്. അപ്പോൾ RBI പറയണത് എന്താണെങ്കിൽ, അതായത് ഉദ്ഗം എന്ന ഒരു പോർട്ടൽ, ആ പോർട്ടലിൽ നമുക്ക് ഇത് സെർച്ച് ചെയ്യാനുള്ള ഒരു സന്ദർഭം, ഒരു അവസരം, അതായത് ഒരു ചോയ്സ് RBI തരുന്നുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് നമുക്ക് അവകാശപ്പെട്ട ആളുകൾ, നമ്മുടെ കാർന്നന്മാർ, നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ, നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആളുകളുടെ രേഖകൾ, ഉടമയുടെ പേര് നടത്തിയിട്ട് നമുക്ക് തിരച്ചിൽ നടത്തിയിട്ട് കണ്ടുപിടിക്കാമെന്നാണ് പറയണത്. അതായത് ഈ ഉദ്ഗം പോർട്ടലിൻ്റെ കയറിയിട്ട് അതിനെ RBI ഒരുക്കിയിരിക്കുന്ന വെബ്സൈറ്റിൽ പുതിയ രജിസ്റ്റർ ചെയ്യുക. അതിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്ത ശേഷം ഹോം പേജിൽ പോകാനാണ് പറയണത്. ഹോം പേജിലെ ഇൻഡിവിജ്വൽ, അത് വ്യക്തിഗത, ആ ഭാഗത്ത്
തിരയേണ്ട ആളുകളുടെ, അതായത് നമ്മുടെ മുത്തച്ഛനോ മുത്തശ്ശി അല്ലെങ്കിൽ അച്ഛനമ്മ ആരാണ് അവരുടെ പേരുകൾ തിരയേണ്ട ആളുടെ പേര് നൽകിയിട്ട് നമുക്കിപ്പോൾ തിരച്ചിൽ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാമെന്നാണ് പറയണത്. അതിന് മൊത്തമായിട്ടുള്ള ബാങ്കിൻ്റെ പേര് വേണമെങ്കിൽ കൊടുക്കാം, അതായത് ഓൾ ബാങ്ക്സ് എന്ന് കൊടുക്കാം. അതല്ല നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാങ്ക്, ഏതെങ്കിലും ഒരു ബാങ്ക് വേണമെങ്കിൽ കൊടുക്കാം. ആ ബാങ്ക് അങ്ങനെ തിരയാന്ന്. അപ്പോൾ നമ്മുടെ ആളുകൾ ഏതൊക്കെ ബാങ്കിൽ അക്കൗണ്ട് എടുക്കും എന്നുള്ളത് ഒരു ധാരണ ഉണ്ടാവും നമുക്ക്. അപ്പോൾ അത്തരമുള്ളൊരു ധാരണയെ വെച്ചിട്ട് ആ ബാങ്കുകൾ വേണമെങ്കിൽ കൊടുക്കാം, അങ്ങനെയും കണ്ടുപിടിക്കാമെന്ന്. ഇതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആളുടെ, നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളുടെ വോട്ടർ ഐ ഡി, അത് പണ്ട് തൊട്ടുള്ളൊരു സംവിധാനം തന്നെയല്ലേ. വോട്ടർ ഐ ഡി ഉണ്ടാവാം, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പർ ഉണ്ടാവാം. ഇതിൻ്റെയൊക്കെ നമ്പറുകൾ കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനൊക്കെ പാൻ കാർഡൊക്കെ എടുത്തിട്ടുള്ള ആളുകളുണ്ടായിരിക്കാം, പാൻ കാർഡ് നമ്പർ ഉണ്ടാവാം. ഇനിയിപ്പോൾ പണ്ടത്തെ ആളുകൾ ഇതൊന്നും എടുത്തിട്ടുണ്ടായ വഴിയില്ല, അവർക്ക് ജനനത്തീയതി മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ജനനത്തീയതി വെച്ച് കൊടുത്തുകൊണ്ട് നമ്മുടെ അച്ചാച്ചൻ്റെ അല്ലെങ്കിൽ മുത്തശ്ശിയുടെയൊക്കെ പേര് കൊടുത്തിട്ട് അങ്ങനെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മളാണ് അവകാശി എന്നുള്ളത് വില്ലേജിലൊക്കെ പോയിട്ട് മറ്റുള്ള രേഖകളൊക്കെ സംഘടിപ്പിച്ചിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു പണം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങളൊക്കെ പണക്കാരാവാൻ പോവാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അത്തരം പണങ്ങൾ ഒരിക്കൽ കൂടി പറയാം, അതായത് അവകാശികളില്ലാതെ കിടക്കുന്ന ഈ പണം യഥാർത്ഥ അവകാശികൾക്ക് കിട്ടാൻ വേണ്ടി RBI നൽകിയിരിക്കുന്ന ഒരു അവസരമാണ്. ഉദ്ഗം പോർട്ടലിൽ കയറുക, അതിൽ കയറിയിട്ട് നമ്മൾ പേര് രജിസ്റ്റർ ചെയ്യുക. വെബ്സൈറ്റിൽ പേര് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഹോം പേജിൽ പോവുക. ഇൻഡിവിജ്വൽ എന്ന ഭാഗത്ത് ആ തെരച്ചിൽ നടത്തേണ്ട ആളുടെ പേര് അടിച്ചു കൊടുക്കുക. അതോടൊപ്പം നമുക്ക് ഈ രേഖകൾ, അതായത് ആ തിരിച്ചറിയൽ രേഖകൾ ഏതെങ്കിലുമൊക്കെ നമ്പറുകൾ അടിച്ചു കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. അന്നൊക്കെ പല ഡേറ്റ് ഓഫ് ബർത്തുകളിലൊക്കെ കാരണന്മാർ എടുത്തിട്ടുണ്ടാവുക, നോക്കുക. അപ്പോൾ നിങ്ങളൊക്കെ ഭാവിയിൽ വലിയ പൈസക്കാരാവട്ടെ, പണക്കാരാവട്ടെ. ഓക്കെ, താങ്ക് യു.